ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലക്സംബർഗ് വർക്ക് വിസ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈയിടെയായിട്ട് കുറേ ആളുകളൊക്കെ നമുക്ക് മെയിൽ അയച്ചിട്ടാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് ചോദിക്കുന്നത് ലക്സംബർഗിൽ വർക്ക് വിസ കിട്ടുമോ, അല്ലെങ്കിൽ കിട്ടിയ വർക്ക് വിസ ജെനുവിൻ ആണോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആ ഓഫർ ലെറ്റർ ആദ്യം നിങ്ങൾ ജെനുവിൻ ആണോ നോക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഫർ ലെറ്റർ എന്ന് പറയുന്ന സംഭവം ആർക്കും വേണമെങ്കിലും അടിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും കിട്ടിയ ഓഫർ ലെറ്റർ ജെനുവിൻ ആണോ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഒരുപാട് ഫേക്കും അതേപോലെ തന്നെ സ്കാം ജോബ് ഓഫേഴ്സും ഇന്ന് കാലത്ത് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ചീറ്റിങ്ങിലൊക്കെ പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എസ്പെഷ്യലി നമുക്ക് തന്നെ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജോലി കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ഏജൻസിനെ അപ്രോച്ച് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത്, ഒരുപാട് പോർട്ടൽസുകൾ നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുണ്ട് യൂറോപ്പിൽ ജോലി കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ആ പോർട്ടലുകളിലൂടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ജോബ് കണ്ടുപിടിക്കാം. ആ എംപ്ലോയർ അതിനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ലക്സംബർഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, യൂറോപ്പിലെ തന്നെ ഏറ്റവും ഒരു റിച്ചസ്റ്റ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. ഈവൻ ചെറിയൊരു കൺട്രിയാണ്, അതിനടുത്ത് വരുന്ന കൺട്രിയാണ്. അതേപോലെ തന്നെ ജർമ്മനി, ഫ്രാൻസ്, ഇങ്ങനെയുള്ള യൂറോപ്യൻ കൺട്രീസൊക്കെ തൊട്ടടുത്ത് വരുന്ന കൺട്രീസാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ജോബ്സ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ സെക്ടർ, അതേപോലെ തന്നെ ബാങ്കിങ് സെക്ടേഴ്സ്, അതേപോലെ തന്നെ IT ഫീൽഡ്, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഫീൽഡിലുള്ള ജോബ്സൊക്കെയാണ് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് കുറേ ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പോർട്ടൽസുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക, കമ്പനീസിൻ്റെ വെബ്സൈറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അവിടുത്തെ എക്സാക്റ്റ് എംപ്ലോയർ ആരാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരുപാട് എംപ്ലോയേഴ്സ് അവിടെ ഉണ്ട് ഹയർ ചെയ്യുന്നത്. പക്ഷേ ആ എംപ്ലോയറിൻ്റെ അടുത്ത് നമ്മളെ റെസ്യൂമേ എത്തണം എന്നുള്ളതാണ്. അനുസരിച്ചിട്ട് നമ്മുടെ ഒരു സ്കില്ലും അതേപോലെ തന്നെ അവർ നോക്കുന്ന ആ ഒരു റിക്വയർമെൻറ്റ്സും തമ്മിൽ മാച്ച് ആവുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണം, ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തീർച്ചയായിട്ടും മലറൂട്ട്സിനെ കോൺടാക്ട് ചെയ്യാം. ഒരു ജോബ് അസിസ്റ്റൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്യും. അവൈലബിൾ ആയിട്ടുള്ള പോർട്ടൽസ്, അതേപോലെ തന്നെ ജോബ് സൈറ്റ്സുകൾ, അതേപോലെ തന്നെ വിർച്വൽ ജോബ് ഫയർസിൻ്റെ സൈറ്റ്സുകൾ, അതേപോലെ തന്നെ റെസ്യൂമേ, കവർ ലെറ്റർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും മലറൂട്ട്സിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്കിപ്പോൾ അവൈലബിൾ ആണ്. കോൺടാക്ട് ചെയ്യുക താല്പര്യമുള്ള ആളുകൾ. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ എസ്പെഷ്യലി നിങ്ങൾ എങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതേപോലെ തന്നെ എങ്ങനെ ജോബ് ഫൈൻഡ് ചെയ്യണം, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കൂടെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒരു ഡെമോ എന്നുള്ള രീതിയിലാണ് ആ കാര്യങ്ങളെല്ലാം കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫീൽഡ്സ് ഞാൻ പറഞ്ഞു, ഹെൽത്ത് കെയർ, ബാങ്കിങ് സെക്ടേഴ്സ്, IT ഫീൽഡ്. അപ്പോൾ ഈ ഒരു ജോബിനൊക്കെ എസ്പെഷ്യലി നമ്മൾ ചെയ്യണത് നല്ലൊരു റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരു കവർ ലെറ്റർ, ഒരു ജോബിന് ഒരു കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാ ജോബിനും ആ സെയിം കവർ ലെറ്റർ യൂസ് ചെയ്യുന്നതിന് പകരം കവർ ലെറ്റർ മാറ്റി യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ സ്കിൽസുകൾ അപ്ഡേറ്റ് ചെയ്യുക. റെസ്യൂമേയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. 1-2 ആപ്ലിക്കേഷൻസ് അയക്കുന്നതിന് പകരം ഒരു 10-20 ആപ്ലിക്കേഷൻസ് ഡെയിലി അയക്കുക. അതേപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള പോർട്ടൽസുകൾ കണ്ടെത്തുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്കൊരു ജോബ് കിട്ടാനുള്ള ചാൻസസും വളരെയധികം കൂടുതലാണ്. ഇനി യൂറോപ്പിലെ മറ്റ് കൺട്രീസിലോട്ട് നിങ്ങൾ ജോബ് അസിസ്റ്റൻസ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അവൈലബിൾ ആയിട്ടുള്ള പോർട്ടൽസ് കാര്യങ്ങളെല്ലാം നമ്മുടെ സൈഡിൽ നിന്ന് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ലക്സംബർഗിലോട്ട് ജോലിക്ക് നോക്കുന്ന, അല്ലെങ്കിൽ യൂറോപ്പിലെ ഏതൊരു കൺട്രിയിലോട്ടും ജോലിക്ക് നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതിനനുസരിച്ചുള്ള അസിസ്റ്റൻസ് നമ്മുടെ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വെബ്സൈറ്റാണ്, അവിടുത്തെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ആണത്. അപ്പോൾ ജോബ് എസ്പെഷ്യലി നിങ്ങൾക്ക് താഴത്തോട്ട് വരുമ്പോൾ കാണാൻ പറ്റും ഓരോ കാറ്റഗറി. ഇപ്പോൾ അഡ്മിൻ അസിസ്റ്റൻറ്റ്, അഡ്മിനിസ്ട്രേറ്റർ, ഫിനാൻഷ്യൽ റിസ്ക് അനലിസ്റ്റ്, ലീഗൽ അസിസ്റ്റൻസ്, അങ്ങനെ ഒരുപാട് വേക്കൻസി കാണാം. ടെമ്പററി വേക്കൻസികൾ കാണാം, അതേപോലെ തന്നെ ഡയറക്റ്റ് ഹയർ ചെയ്യുന്ന വേക്കൻസികൾ കാണാം. എസ്പെഷ്യലി നിങ്ങൾ നോക്കേണ്ടത് ഓരോ ജോബും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് കറക്റ്റ് വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ പേജിലോട്ട് പോകും. അവിടെ നമുക്ക് താഴെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് എന്നുള്ള പൊസിഷൻ കാണാൻ പറ്റും. അതിനകത്ത് നിങ്ങൾക്ക് യുവർ ഡിവൈസ്, അത് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ഡേറ്റഡ് റെസ്യൂമെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. CV അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് അത്. നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവിലുള്ളവർക്ക് അങ്ങനെ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഡിവൈസ്, ഇപ്പോൾ ലാപ്പൊക്കെ ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ആ ഫയൽസ് നോക്കിയിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു ഫയൽസ് ഞാൻ അവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അത് ഓപ്പൺ ആവും. അപ്ലോഡിങ് ഡോക്യുമെൻറ്റ്സ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ട് വരും. അവിടെ പേര്, മെയിൽ ID, അതേപോലെ തന്നെ നിങ്ങളുടെ
അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് അവിടെ വായിച്ച് നോക്കിയിട്ട് കൺഫേം ആൻഡ് അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽസ് ഓട്ടോമാറ്റിക് സബ്മിറ്റ് ആവും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 1 by 1 ചെക്ക് ചെയ്തു നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസി അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്തത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു കമ്പനീൻ്റെ പോർട്ടൽസാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് ഏജൻസി തന്നെയാണ് ഇതും. അതിനകത്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എന്താ പറയുക, വേക്കൻസികൾ നോക്കിയിട്ട് നിങ്ങളുടെ ആപ്റ്റായിട്ടുള്ള വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. ഒരുപാട് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി താഴത്തോട്ട് വരുമ്പോൾ പല കാറ്റഗറൈസ് ആയിട്ടുള്ള ജോബിനും നമുക്ക് അപ്ലൈ ചെയ്യാം. ആപ്ലിക്കേഷൻസ് എന്നുള്ളത് യുവർ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് അവിടെ CV ഇമ്പോർട്ട് ചെയ്യാം. സല്യൂട്ടേഷൻസ് കൊടുക്കാം. അതിന് പേര്, സർനെയിം, അതുപോലെ തന്നെ ഇമെയിൽ ID, ഫോൺ നമ്പർ കൊടുത്തിട്ട് ഫില്ല് ചെയ്യാം. അതിനുശേഷം സെൻഡ് മൈ ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻസ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അയക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ജോബ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള വെബ്സൈറ്റ്സുകൾ. ഇനിയും ഒരുപാട് വെബ്സൈറ്റ്സുകൾ ഉണ്ട്. ജോബ് അസിസ്റ്റൻസ് വേണ്ടവർ കോൺടാക്ട് ചെയ്യാം. അതിനനുസരിച്ചിട്ടുള്ള സർവീസ് നമ്മുടെ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും.